ഈ പറഞ്ഞ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഡെമോ ചെയ്യാൻ വേണ്ടി കോളേജിന് വേണ്ടി ഒരു സാധനം ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം, കാരണം ഇത് റൺ ചെയ്യുമ്പം ഈ പറഞ്ഞ ക്യാമറ ഓഫ് ആയിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയണേ. അപ്പൊ ഞാനിവിടെ ഒരു QR കോഡ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു QR കോഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്റെ ഫേസ് കാണാൻ പറ്റില്ല ക്യാമറയിൽ QR കോഡ് സ്കാനർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്യാം. ലൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ച്വലി. ബ്രൈറ്റ്നസ് ഒരു സെക്കൻഡ്, ലൈറ്റ് ഒന്നും കേട്ടോ, ബ്രൈറ്റ്നസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പ്രശ്നമാവോ? ബ്രൈറ്റ്നസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, കണ്ടോ QR കോഡ് കണ്ടോ? സ്കാനായി, അലൻ ബിജു എന്ന് പറഞ്ഞിട്ട് സ്കാനായി. എന്താ വെച്ചാൽ ഇതിപ്പോ ഞാൻ ക്യൂ എക്സിറ്റ് അടിച്ചു. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ attendance.txt എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഡേറ്റും ടൈമും സ്റ്റോർ അയക്കുന്നുണ്ടോ? കാണിച്ചതേ. ഓക്കെ, നമ്മള് ഫസ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവ ടെക്സ്റ്റ് ആൻഡ് ഇമേജ് അനലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു AI ടൂളാണ്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ കിടക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ലൈബ്രറീസ് എന്ന് പറയുന്നത് സ്ട്രീംലെറ്റ്, ഗൂഗിൾ, നമ്മുടെ ജെമിനി എന്ന് പറഞ്ഞിട്ട് സർവീസ് ഉണ്ട്, ജെമിനി AI എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ സർവീസ്, പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച്, ഇമേജ് ഹാൻഡ്ലിങ്, ഇത്രയാണ് നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്നത് നമ്മുടെ TXT, അതായത് നമ്മുടെ സ്പീക്ക് എഞ്ചിനും പിന്നെ നമ്മൾ ജെമിനിയുടെ API യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ്, ഐ മീൻ ആ ഇമേജിനെ റിലേറ്റഡ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓൾസോ നമുക്ക് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ആക്ച്വലി ഞാനിപ്പോ ലിമിറ്റഡ് ഫീച്ചർ വെച്ചേക്കുന്നത് നമ്മുടെ നമ്മുടെ ജെമിനിയുടെ സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇത് ജസ്റ്റ് ഞാൻ PPT ഉണ്ടാക്കി വെച്ചാ, സോ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ, നോവയുടെ യൂസേജുകളാണ് ഈ കാണുന്നത്, മനസ്സിലായോ? അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ വ്യൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഓഡിയോ ജനറേഷൻ ഉണ്ട്, AI പവേർഡ് ആണ്. ദെൻ അടുത്തത് അത് നോക്കണ്ട, ഇമേജ് മനസ്സിലായില്ല. അതായത് ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എന്താന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരുന്നത്. ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും, മനസ്സിലായോ? ഓക്കെ, ഞാൻ അന്ന് റൺ ചെയ്ത് കാണിക്കാം. സെക്കൻഡേ. ഒന്നാമത് മഴ ഇതൊക്കെ ആയതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. പൈത്തണില്. ആ, ജെമിനിയുടെ API എങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആണോ അതോ പെയ്ഡ് ആണോ? കംപ്ലീറ്റ്ലി ഫ്രീയാ. ChatGPT API എങ്ങനെ? ChatGPT API നമുക്ക് പെയ്ഡ് ആണ്. ChatGPT ആക്ച്വലി പെയ്ഡ് ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഈ API എന്താണെന്ന് ഞാൻ ആദ്യം ചെറിയൊരു ഇൻട്രോ തരാം. ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പുള്ളി ഒരു AI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ AI ഡെവലപ്പ് ചെയ്തത് ഇപ്പൊ നമ്മൾ ChatGPT, ഒത്തിരി AI ടൂൾസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള API ടൂൾസ് ഒക്കെ അവർ തന്നെ നമുക്ക് ഡെവലപ്പേഴ്സിന് വേണ്ടിയാണ് ഒരു കീ തരും. ഇങ്ങനെയുള്ള കീ വെച്ചിട്ടാണ് നമുക്ക് ഓൾറെഡി അങ്ങനെയുള്ള AI ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്വന്തമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ChatGPT API ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യാൻ പറ്റും ChatGPTയുടെ API യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ജെമിനി എന്നുള്ള AI ഉണ്ട്. അപ്പൊ അതിന്റെ API കീ യൂസ് ചെയ്തിട്ടാണ് അലൻ ബ്രോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആളിങ്ങനെ കുറെ API എന്ന് പറയും. അപ്പൊ API ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, റൈറ്റ് അല്ലേ? ഞാനവിടെ റൺ ചെയ്തപ്പം എന്തായാലും അലൻ ബ്രോ സെറ്റ് ചെയ്ത ഞാനത് റൺ ചെയ്തപ്പോ ആക്ച്വലി ഞാൻ ഇതിലല്ല വന്നത്, ഫോൾഡറിലല്ല വന്നത്. സോ അതാണ് എറർ വന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കടുകട്ടി വേർഡുകളൊക്കെ ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന സ്ക്രീൻ കാണാൻ മേലെ, സ്ക്രീൻ ഷെയർ ചെയ്തില്ലേ? ഓക്കെ, സോറി. ഓക്കെ, കാണാൻ മേലെ? കാണാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ നമ്മൾ സാധാരണ പൈത്തണിലെല്ലാം കോഡ് ചെയ്യുമ്പോൾ അതിന് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും ഇന്റർഫേസ് വരുന്നത്. സോ അതിനെ പ്രിവെന്റ് ചെയ്ത് നമുക്കൊരു UI ഇന്റർഫേസ്, നമുക്കൊരു വെബ്സൈറ്റിൽ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലൈബ്രറി യൂസ് ചെയ്യുന്നത് സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ?
സോ ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മളൊരു AI ഡെവലപ്പ് ചെയ്തെങ്കിൽ ഈ പറഞ്ഞ സാധനം നമുക്ക് ഹലോ ഓക്കെ നമ്മൾ സാധാരണ ഒരു AI ബാക്കിയുള്ള കാര്യങ്ങൾ പൈത്തണിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെർമിനലിൽ അത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ കാണാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ട് കാണാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കത് എന്താണ്, നമുക്കത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കത് റൺ ചെയ്യണം. അപ്പൊ നമുക്കൊരു യൂസർ ഇന്റർഫേസ് വേണം. ലൈക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് നമ്മൾ ഇത് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. സോ ഒരു യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അത് ഇവിടെ കാണാം, സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇത് മനസ്സിലായോ? അപ്പൊ ഈ സ്ട്രീംലെറ്റ് യൂസ് ചെയ്യുമ്പം നമ്മുടെ ഞാനിപ്പോ ഒരു ലിങ്ക് ഗ്രൂപ്പിലിടാം, അതായത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോന്ന് പറയണേ. ഒരു സെക്കൻഡേ ഒന്ന് നോക്കിക്കേ, കാരണം അത് നെറ്റ്വർക്ക് ഐപി എന്ന് പറഞ്ഞ് വന്നത്. അത് നോക്കി ഈ നെറ്റ്വർക്ക് ഉള്ളവർക്കാണോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. കിട്ടുന്നുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇല്ല. ഓക്കെ, അത് നെറ്റ്വർക്കിന്റെ അതാണ് അറിയാൻ വേണ്ടി. നെറ്റ്വർക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് വിട്ടേരാ, അത് ഞാൻ നോക്കി ജസ്റ്റ് നോക്കി. ഓക്കെ, അത് നെറ്റ്വർക്കേ കിട്ടത്തുള്ളൂ, അത് വിട്ടാല്. അത് ഓക്കെ. ഞാൻ സംഭവം എന്താണെന്നറിയാം, നമുക്ക് മൊബൈൽ വ്യൂവിൽ വരുന്നത് ഇതുപോലെയാണ്. ലൈക്ക് മൊബൈലിൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ വ്യൂ വരുന്നത്. ഇപ്പൊ നെറ്റ്വർക്ക് URL കയറിയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കാണാമല്ലേ? ഓക്കെ, അപ്പം ഇതിന് നമുക്ക് ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ഇവിടെ കാണിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് വരും. ലൈക്ക് ഇത് കണ്ടോ, ഇങ്ങനെ വരും. അപ്പം ഇതിൽ നമുക്ക് ഈ പറഞ്ഞാല് ഇതിപ്പോ സ്ട്രീംലെറ്റിൽ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഈ കാണുന്ന UI, അതായത് ഇത് വെബ്സൈറ്റ് ആണ്, നമുക്കൊരു വെബ്സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ ഡിപ്ലോയ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡിപ്ലോയ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു URL, നമ്മൾ വെബ്സൈറ്റ് പോലെ തന്നെ നമുക്ക് URL ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ നമ്മൾ പ്രോമിറ്റ് എഴുതി ഞാനിപ്പോ റൈറ്റ് സ്റ്റോറി അബൌട്ട് AI എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ പറഞ്ഞ സാധനത്തിന് ടെക്സ്റ്റ് കേൾക്കണോ വേണ്ടെന്നുള്ളത് നമ്മൾ എന്താണ് TXT എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഓർക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ TYTXT എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് ടെക്സ്റ്റ് ടു സ്പീച്ച് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ റണ്ണിങ് കണ്ടോ, ഇവിടെ റണ്ണിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? കണ്ടോ, പ്രോമിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിന് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുക. കണ്ടോ, സ്റ്റോറി ഉണ്ടാക്കിയതുണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. പിന്നെ നമുക്ക് ഇമേജിന്റെ കേസ് പറഞ്ഞു. ഇമേജിന്റെ കേസ് ഞാൻ ജസ്റ്റ് ഇപ്പം ഇമേജ് റെഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. അല്ല, അപ്പോ ഈ ഇന്റർഫേസ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഡെവലപ്പ് ചെയ്താ അത് ഓൾറെഡി ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന, അതോ ഓൾറെഡി നമുക്ക് സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഉണ്ട്. സോ നമ്മൾ വെബ്സൈറ്റിൽ HTML CSS വെച്ചിട്ട് നമ്മൾ പല ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വെബിന്റെ UI ഡിസൈൻ ചെയ്യാനുള്ള ഒരു ലൈബ്രറി സങ്കല്പിച്ചാൽ മതി. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് സ്ട്രീംലെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം ഇമേജ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇമേജ് ഡൗൺലോഡ് ബേസിക് ആയിട്ട് UI കൊടുക്കണം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഓക്കെ, അത് തന്നെ. നമ്മൾ ഈ ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം അതിന്റെ ഇത് കാണിക്കും, ഡോക്യുമെന്റേഷൻ കാണിച്ചു തരും. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ HTML CSS ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് റിസർച്ച് ചെയ്തത് എങ്ങനെ വരുന്നത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീംലെറ്റ് ലൈബ്രറിയിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും വരും. കണ്ടോ, സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെയ്ത് ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞുണ്ട്. നമുക്ക് നോക്കി അറിയാം. ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടോ, ഇൻസ്റ്റാളേഷൻ, ഫണ്ടമെന്റൽ സ്റ്റെപ്സ്, ഫസ്റ്റ് സ്റ്റെപ്സ്, ക്വിക്ക് റെഫറൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കി അറിയാം. ഇതിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ അവിടെ ഞാനിപ്പോ ഇവിടെ അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു റോബോട്ടിക് ആമിന്റെ ഇമേജ് ആണ്. സോ ഇതിന്റെ പ്രോമിറ്റ് എന്താണ് ഇത് പറയുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഇവിടെ അനലൈസ് ദി ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഇത് അനലൈസ് ചെയ്യും. ഇമേജിനെ അനലൈസ് ചെയ്തിട്ട് ഇത് എന്തിന്റെ ഇമേജ് ആണ് കണ്ടോ, ദാറ്റ് ഈസ് എ റോബോട്ടിക് ആം, മോർ സ്പെഷ്യലി അപ്പിയർസ് കൊളാബറേറ്റഡ് റോബോട്ട്, കോ റോബോട്ട് ഡിസൈൻ, ടാസ്ക് റിക്വയർമെന്റ്, പ്രൊസിഷൻ. അതായത് ആ റോബോട്ടിക് ആം എന്തിനുള്ള ഇതാണ്, അത് എന്ത് ടൈപ്പ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ്. കണ്ടോ, ഇനി നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. നമ്മുടെ ഞാൻ അയൺമാന്റെ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഇമേജ് എടുക്കുവാണ്.
ഓക്കെ, ഒരു സെക്കൻഡ് ലോഡ് ആവട്ടെ. ഒരു സെക്കൻഡ്. ഞാനിപ്പോ പറയാം, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അയൺമാന്റെ ഒരു ഇമേജ് എടുക്കുക. ജയിക്കിന്റെ റീസെന്റ് ഇമേജ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി. ഇത് പല നമുക്ക് ഏത് മൂവിയിലാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് മൂവീസിലാണെന്നുള്ളത് നമുക്കൊരു പിടുത്തവും ഇല്ല. മനസ്സിലായോ? നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സോ ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യും, ഈ ഇമേജ് എടുത്തു. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ട ഏത് സ്യൂട്ടാണ് ഏതിന്റെ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. മനസ്സിലായോ? പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെ സ്യൂട്ടാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായി. കട്ട അയൺമാൻ ഫാൻമാർക്ക് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതിലേക്ക് അയൺമാന്റെ ഫാൻസ് ആയിട്ടുള്ളവരെ. സോ എനിക്കിത് പറയുന്നത്, ഞാനിപ്പോ ഊഹം പറയും, ഞാനിത് പറയുന്നത് മാർക്ക് 16 എന്ന് പറയുന്നു. ജസ്റ്റ് മാർക്ക് 60 അല്ലെങ്കിൽ 46 എന്ന് പറയുന്നു. നമുക്ക് എന്താ പറയുന്നത് നോക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാനിവിടെ ഒന്നോടെ ഒരു സെക്കൻഡ്. ഓക്കെ, ഞാനിവിടെ ഒന്നോടെ ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തത് എന്ത് ഇവിടെ എവിടെ വർക്കുണ്ടല്ലോ. അല്ല, ഇത് ഫോൾഡറിലായിരുന്നു സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കിട്ടി. ഒരു സെക്കൻഡ്. ഇത് നമുക്ക് ഇങ്ങനെ പബ്ലിക്കലി ഹോസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ലോക്കലി റൺ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ലോക്കൽ ഹോസ്റ്റ് റൺ ആവുന്നത് അത് മാറ്റിയാണ് ഇപ്പൊ ലോക്കൽ ഹോസ്റ്റിൽ പബ്ലിക്കലി ആക്കണമെങ്കിൽ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട്. ഇതുണ്ട് ഇവിടെ ഡിപ്ലോയ് എന്ന് പറഞ്ഞ. പോയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഹോസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിപ്ലോയ് എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് URL ആയിട്ട് തന്നെ കിട്ടിക്കോളും. വേറെ ഒന്നും ചെയ്യണ്ട ഇതിന്. എന്നിട്ട് അത് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അനലൈസ് ഇമേജ് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ മാർക്ക് 46 ആന്ന് പറയുന്നത്. ഇമേജ് എന്താ പറയുന്നത് നോക്കാം. ഇത് ലോഡാവണം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. നന്ദി. ഓക്കെ, ഇതുണ്ടോ, എഴുതിയേക്കുന്നുണ്ടോ? അത് എൻഡ് ഗെയിം എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഗെയിമിലെ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ അതാണ് എയുടെ പവർ എന്ന് പറയുന്നത്. നമുക്കിത് എൻഡ് ഗെയിം ആണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ അത് കറക്റ്റ് അത് നോക്കിയിട്ട് അതിന്റെ ഇതെന്താ ഇമേജിന്റെ ഒക്കെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓൾറെഡി ഗൂഗിള് തന്നെ ഇതിന്റെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൂഗിളിന്റെ ജെമിനിയുടെ API സർവീസ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാണിച്ചല്ലോ, ഒരു സെക്കൻഡ്. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. കണ്ടോ, പൈത്തന്റെ കോഡ് തന്നെ കിടക്കുന്നുണ്ടോ? ഇത്ര ലൈനേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ അകത്ത് ഞാൻ സ്ട്രീംലെറ്റ് തന്നെ കാര്യങ്ങൾ സ്ട്രീംലെറ്റ് മറ്റേ ടെക്സ്റ്റ് ടു സ്പീച്ച് ഫംഗ്ഷൻ ഒക്കെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അത്ര വലിയ കോഡ്. ആക്ച്വലി ഇത്രയും ചെറിയൊരു കോഡേ ഉള്ളൂ. അതിന് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക, API ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സംശയം. ഇതില് ആ ക്ലയന്റ് പിന്നെ ജെമിനൈ പിന്നെ ഡോട്ട് API കീ API കീയോട് കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ API കൊടുക്കുന്നത് API. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനിയുടെ കറന്റ് മോഡലാണ്. അതായത് ജെമിനിയില് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മോഡൽസിനെ എന്ന് പറഞ്ഞാൽ ഗൂഗിള് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗൂഗിളിന്റെ ക്ലൗഡിന്റെ അകത്തുള്ള ജെമിനിയുടെ മോഡലിന്റെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടന്റിന്റെ അവിടെ നമുക്ക് ഇൻപുട്ട് വേരിയബിൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അവിടെ കൊടുത്തിട്ട് നമുക്ക് യൂസറിന് വാല്യൂ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ വേരിയബിളിന്റെ അകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ അലൻ ബ്രോ, എന്തായാലും നമുക്കുള്ളൊരു സംശയമാണ്. നമ്മളെല്ലാവരും പഠിക്കുകയാണ്. അപ്പോ നമുക്ക് AI പഠിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ IoT-ലൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്താൽ ഒത്തിരി പ്രോഗ്രാം പഠിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതെങ്ങനെ പറയാം? നിങ്ങൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ എങ്ങനെ പഠിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ നമ്മള് ഇപ്പം IoT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുമിച്ച് വരുമെന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏതാണ് നമ്മൾ ആദ്യം നിൽക്കുന്നത്. നമുക്ക് ഈസി ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് എടുക്കും. ഞാനിപ്പോ ആദ്യം എടുത്ത് പഠിച്ചതെന്ന് വെച്ചാൽ IoT പഠിച്ചു. IoT അത്യാവശ്യം നമ്മള് ആ ഹാർഡ്വെയർ പ്രോഗ്രാമിൽ പൈത്തണിലൊക്കെ കൊണ്ടുവരുന്ന രീതി പഠിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പൈത്തൺ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്, ഹാർഡ്വെയർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്തു. സോ അത് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഒരു കോഡ് ഇരിപ്പുണ്ട്. വീഡിയോ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആക്ച്വലി ഒരു സെക്കൻഡ്.
ഓക്കെ. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞാല് പൈത്തണില് നമുക്ക് അർഡിനുമായിട്ട് കണക്ട് ചെയ്യാം. സീരിയൽ ഇൻപുട്ട്, എനിക്കൊന്ന് സീരിയൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നതാ. സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞത് ചെയ്യാൻ പറ്റും. ആക്ച്വലി എന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ഏറ്റവും എനിക്കൊന്ന് കുറെ താഴെയായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ജാർവിസ് AI എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അർഡിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ USB ഉണ്ടല്ലോ, പ്രോഗ്രാം സ്ലോട്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പോർട്ട് കൊടുത്തിട്ട് ഈ അർഡിനോയിൽ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. സോ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആക്ച്വലി വിത്തൗട്ട് ബ്ലൂടൂത്ത് മോഡ്യൂൾ. ബ്ലൂടൂത്ത് മോഡ്യൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വയർലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ലാപ്ടോപ്പിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അതാണ് മൈക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അജിനാസ് പറഞ്ഞ പോലെ മൈക്ക് നമ്മുടെ അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ ബ്ലൂടൂത്ത് ഉണ്ട്, നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന പോലെ, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഫസ്റ്റ് നമ്മുടെ അർഡിനോയിലെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ഷനുള്ള അർഡിനോയും ബ്ലൂടൂത്ത് മൊഡ്യൂളുള്ള കണക്ഷൻ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യൂല. നമ്മൾ ആപ്പ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ കോഡ് എഴുതി നമ്മുടെ സിസ്റ്റത്തിലാണ് ഫസ്റ്റ് കണക്ട് ചെയ്യും. സിസ്റ്റത്തിൽ ഈ പറഞ്ഞ HC05 കണക്ട് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് ഒക്കെ കൊടുത്ത് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനം പൈത്തൺ പ്രോഗ്രാമിൽ എഴുതും, പറഞ്ഞ പോലെ എഴുതും. പോർട്ട് ഈ പറഞ്ഞ സികോം എത്രയാണ്, പോർട്ട് ഏതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയിട്ട് എഴുതും. എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിവൈസ് നമ്മൾ മാറ്റി വെച്ചാൽ പോലും നമ്മുടെ സിസ്റ്റം ആ ഡിവൈസിലേക്ക് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിലെ മൈക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സിസ്റ്റത്തിലെ മൈക്കാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിലെ മൈക്കിലൂടെ ടേൺ ഓൺ ദി ലൈറ്റ് എന്ന് പറയുമ്പോൾ ആ ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് സിഗ്നൽ പോയിട്ട് ആ ഡിവൈസ് അവിടെ ഓൺ ആവുകയാണ്. നമുക്ക് ഈ പൈത്തൺ ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാമിങ്? മനസ്സിലായില്ല? പൈത്തൺ ഒഴിവാക്കിയിട്ട് സിയിൽ ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാമിങ്? അലംബ്രോ പറഞ്ഞ പോലെ പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ പൈത്തൺ ലാംഗ്വേജ് ആണ് ബെറ്റർ. സിയിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പൈത്തൺ അഡ്വാൻസ്ഡ് ഇപ്പൊ പല സാധനങ്ങളും വന്നിട്ട് പൈത്തണില് ഇപ്പൊ പറഞ്ഞ ഗൂഗിളിന്റെ ആയിട്ട് ഞാൻ കാണിച്ച സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇത് ഗൂഗിളിന്റെ ഒഫീഷ്യൽ ആണ്, പൈത്തൺ ലൈബ്രറി ആണ്, കണ്ടോ? കുറച്ച് സാധനങ്ങൾ പൈത്തൺ മിക്കവരും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ സിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് API സർവീസ് യൂസ് ചെയ്തിട്ട് ChatGPT പോലത്തെ കാര്യങ്ങൾ നമുക്ക് സിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ആപ്പ് വെച്ചിട്ട്, അതായത് ആപ്ലിക്കേഷൻ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്യുക, സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ഇത്രയാ പറഞ്ഞ സി പ്രോഗ്രാം വെച്ച് പറ്റത്തുള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ. അപ്പം ഇതിലിപ്പം നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്കിപ്പോ എത്ര ഉള്ളു, ഞാനിപ്പോ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ 4 ലൈനേഴ്സ് കോഡേ ഉള്ളൂ അവിടെ. ആക്ച്വലി ഈ പറഞ്ഞ നമുക്ക് ചെയ്യുവാണ് ജസ്റ്റ് ഞാനിപ്പോ UI ഇന്റർഫേസ് ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്തേക്കുന്നതാണ് സ്ട്രീംലെറ്റും ഈ പറഞ്ഞ ലൈബ്രറീസ് എല്ലാം ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഗൂഗിളിന്റെ, ഇത് രണ്ട് ഗൂഗിളിന്റെ ആണ്. ഒരു സംശയം, ഇതിലിപ്പോ നമ്മള് സാധാരണ ഇപ്പൊ അങ്ങനെ API യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ നമ്മളൊരു സെൽഫ് ലേണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യണം? നമ്മളെല്ലാവരും ബിഗിനർ ലെവലിലായതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ സെർച്ച് ചെയ്യണം, എന്ത് കിട്ടിയാലാണ് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പ്രൊജക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, എങ്ങനെ പ്രൊജക്ട് ആയിരുന്നു ചെയ്ത് ഫസ്റ്റ്? ഓക്കെ, ഞാൻ പറയാം. അപ്പൊ നമുക്കിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു അറ്റൻഡൻസ് രജിസ്ട്രേഷൻ ആണ് നോക്കുക പ്രൊജക്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്താണ് ഞാൻ പറയാം, നമുക്ക് ഒരാളുടെ ഫേസ് കണ്ടിട്ട് ആ ഫേസിൽ ആളുടെ ഡിറ്റക്ട് ചെയ്തിട്ട് ആളുടെ നെയിം ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യണം. അത് നമ്മൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഫേസ് റെക്കഗ്നൈസേഷന്റെ ലൈബ്രറി ഇതെങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യും, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നമുക്ക് കിട്ടും, റിസർച്ച് ചെയ്ത് കിട്ടും. പിന്നെ ഇഷ്ടം പോലെ നമുക്ക് ഈ പറഞ്ഞ എന്താണ് പല വെബ്സൈറ്റുകളുണ്ട്, നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, അതിലൊക്കെ ഫേസ് റെക്കഗ്നൈസേഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഓരോ ലൈബ്രറീസ് പഠിച്ചിട്ട് നമ്മൾ അതിനെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി നമുക്ക് ഇത് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമുക്ക് ഈ പറഞ്ഞാൽ നമുക്കൊരു ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ ലൈബ്രറിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ അടുത്ത ഫംഗ്ഷൻ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫംഗ്ഷൻസ് ഈ പറഞ്ഞ ലൈബ്രറീസ് യൂസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ലൈവായിട്ട്. അപ്പൊ എനിക്ക് ഇവരോട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ബേസിക്സ് കവർ ചെയ്യാം അല്ലെ? ബേസിക്സ് ആദ്യം വേണ്ട, അറിയാം എന്താ ലൂപ്പ് എന്താ ഫംഗ്ഷൻ എന്താ അറിയാം. അപ്പൊ ഈ പൈത്തൺ ചെയ്യുന്നവരാണെങ്കിൽ പോലും പൈത്തൺ ബേസിക്സ് അറിയണം, എന്നിട്ട് അഡ്വാൻസിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് മിസ്റ്റേക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വരാം. ഇപ്പൊ ഇൻപുട്ട് കൊടുത്തിട്ട് യൂസറിനെ വാല്യൂ മേടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരാൾ എ ഉണ്ടാക്കാൻ പോവാ. അപ്പൊ യൂസറിനെ ഇൻപുട്ട് മേടിച്ച് വാല്യൂ കൊടുക്കണം. അപ്പൊ ആൾക്ക് കൺഫ്യൂഷൻ വരും, അവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും.
സോ അതിനാണ് നമ്മൾ പൈത്തന്റെ ബേസിക്സ് പഠിക്കുന്നത്. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ തന്ന ലൈക്ക് ഈ പൈത്തന്റെ ബേസിക്സ് ഏകദേശം എല്ലാ ലാംഗ്വേജിനോട് സെയിം ആണ്. എല്ലാത്തിനും ബേസിക്സ് ഈക്വൽ ആണ്. പറഞ്ഞാൽ C++, ജാവ, HTML ഇതിന്റെ എല്ലാം ഏകദേശം ഒരു സെയിം ആണ്. ജാവ C++ ബാക്കിയെല്ലാം ഏകദേശം ലാംഗ്വേജുകൾ സെയിം ആണ്. അതിന്റെ സിന്റാക്സും ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ബേസ് കവറാക്കുക, സെറ്റ് ആക്കുക. അതാ പറഞ്ഞത്, നിങ്ങൾ എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ 10ാമത്തെ ദിവസം പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാം നമ്മളെല്ലാം അറിയാം. ലൂപ്പ്, ഫംഗ്ഷൻ, വേരിയബിൾ, ഡയഗ്രാം, അങ്ങനെയുള്ള എല്ലാം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ അലൻ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരമുള്ള AI ഡെവലപ്പ് ചെയ്യാൻ പറ്റും, API ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് പറയാനാണല്ലോ ഇത്തിരി പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന അലനൊന്നല്ല, നമ്മളെ ഭദ്രപലൂരിൽ പരിചയപ്പെട്ട സമയത്തും ആൾ പറയുന്ന ഇന്നോവേഷൻ ഐഡിയാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അലൻ എന്താണെന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആക്ച്വലി എനിക്കിപ്പോ ടൈം കുറവായതുകൊണ്ട് ഞാനിപ്പോ 3 പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നേ. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ അടുത്ത പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നേരത്തെ ചെയ്തത് ഞാൻ മോഡിഫൈ ചെയ്തേക്കുന്ന കേട്ടോ. നേരത്തെ ചെയ്ത പ്രൊജക്ടുകളൊക്കെ മോഡിഫൈ ചെയ്ത. ഇതിപ്പോ ആക്ച്വലി ഞാൻ ചെയ്തേക്കുന്ന ഞാനൊരു കോളേജിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പണ്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാ. അപ്പം അന്ന് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നൊരു ഒരു സംശയം കൂടെ. ഓക്കെ, നിങ്ങൾ സംശയം ചോദിക്കാണ്ട് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കാണ്. ഇത്രയും നല്ലൊരു സാധനത്തിന് കിട്ടിയിട്ട് നിങ്ങൾ ആ സംശയം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് നഷ്ടമായി. അത്രേ ഉള്ളൂ. നിങ്ങൾ കുറെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സംശയം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് AI ടൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ChatGPT ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി AI ടൂളൊക്കെ ഉണ്ട്. അപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്ന സംഭവം ChatGPT കോഡ് ചെയ്തിട്ട് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ, അതോ അതല്ലാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് പോകണോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ കേസ് ഒരു കോഡ് എഴുതി, അപ്പൊ നമുക്ക് എഴുതിപ്പം ഈ പറഞ്ഞ പോലെ ഒരാൾ കോഡ് എഴുതി കഴിയുമ്പോൾ ആ ആൾക്കൊരു കോഡിൽ കൺഫ്യൂഷൻ വന്നു പെട്ടെന്ന്. അപ്പൊ അയാളുടെ നോളജ് വെച്ച് ട്രൈ ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട്. പക്ഷെ ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അയാളുടെ നോളജ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. സോ അങ്ങനെ ഒരു എന്ത് നമുക്ക് ChatGPT ചോദിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ സോഫ്റ്റ്വെയർ ചോദിക്കാം. അപ്പൊ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും എങ്ങനെ ചെയ്യുന്നുള്ളത്. ഓൾസോ ഒരു ലൈബ്രറി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ആക്ച്വലി അത് രണ്ട് യൂസേജ് എന്ന് പറയുമ്പോൾ സെയിം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോ നിങ്ങൾ സംശയം ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മെന്ററായിട്ട് ആളെ കാണാൻ പറ്റും. കാരണം ആൾക്ക് സ്വന്തം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ സംശയം ചോദിച്ചാലുള്ള കാര്യങ്ങൾക്കായിട്ട് ആൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ആളുകൾക്ക് കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ എങ്ങനെ ആള് കൊണ്ടുവന്നാലും നിങ്ങൾ ചോദിക്കണം. കാരണം എന്നാലല്ലേ ആൾക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചോദിക്കേ. അത് ആക്ച്വലി ഞാൻ കുറെ മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി മൈക്ക് മ്യൂട്ട് ചെയ്തേ. അപ്പം എന്റെ സിസ്റ്റത്തിൽ വാട്സപ്പ് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പ് കാണുന്നുണ്ട്. അത് സ്ക്രീനിങ് ഓഫ് ആക്കിയതു. ഓക്കെ, ബാക്കി പറയാവേ ഒരു സെക്കൻഡ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഈ പ്രൊജക്ട് ഞാൻ ഗിറ്റ്ഹബിൽ ഓൾറെഡി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗിറ്റ്ഹബിൽ ഞാനത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്റെ ഗിറ്റ്ഹബിന്റെ ഇതെല്ലാം കൂടി ഞാൻ QR കോഡ് എല്ലാം കൂടി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. അത് ചെക്ക് ചെയ്താൽ മതി. സോ അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനറും TXT ഫയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ പറഞ്ഞ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിലെ ഡാറ്റ എടുത്തിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ. സോ ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്ന. ആക്ച്വലി നമുക്ക് എന്താണ് ഈ പറഞ്ഞ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ഡെമോ ചെയ്യാൻ വേണ്ടി കോളേജിന് വേണ്ടി ഒരു സാധനം ചെയ്തതാണ്. അപ്പൊ ചെയ്തേക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം റെക്കോർഡ് ചെയ്യും, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഫയലായിട്ട് TXT ഫയലായിട്ട് റെക്കോർഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്യണം. കാരണം ഇത് റൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യാമറ ഓഫ് ആയിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയണേ. അപ്പൊ ഞാനിവിടെ എന്റെ QR കോഡ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു QR കോഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഷെയർ ചെയ്ത് കാണിക്കാം QR കോഡ്. ഓക്കെ, ആ സമയം കൊണ്ട് ഞാൻ ചെറിയ സംശയം. ഈ QR കോഡിലോട്ട് എങ്ങനെ ഡാറ്റ എന്റെ മൊബൈൽ സ്ക്രീൻ കാണാമല്ലേ? കാണാം. നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ്, നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. സോ നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് QR കോഡ് കൺവേർട്ടറിന് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റിനെ QR കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഇതുണ്ട്, അവൈലബിൾ ഉണ്ട്. ഓക്കെ, QR കോഡ് കാണാൻ മേലേ? ഓക്കെ, ഞാനിത് ഒരു സെക്കൻഡ്. ഈ മെസ്സേജ് വീട്ടിൽ നിന്ന് തരുതിരാന്ന് വന്നോണ്ടിരിക്കുന്നത്.
പിന്നെ ഞാൻ ആദ്യം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് ആണ്. കാരണം അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കുറെ എക്സൈറ്റഡ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെന്താ ചോദിക്കാത്ത എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഒന്നും വേണ്ടേ? എല്ലാം നിങ്ങളെ മുന്നോട്ട് വെച്ചിടാൻ പറ്റും. പക്ഷെ ഇത് എടുത്ത് കഴിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പോ എടുത്ത് കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക, സുഖസുന്ദരമായിട്ട് ഉറങ്ങുക. അതെ അതെ ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് ബാക്കി ഞാൻ പറഞ്ഞില്ല. ഇത് നമുക്കിപ്പം ഈ പറഞ്ഞത് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യണം, ടൈമും ഡേറ്റും ഈ പറഞ്ഞ നമ്മൾ നോർമലി അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന സാധനം തന്നെയാണ്. അതിൽ QR കോഡാണല്ലോ. കാരണം ഞങ്ങളുടെ ഇപ്പൊ കോളേജിലോട്ട് ചെയ്തേക്കാൻ ജസ്റ്റ് ഒരു കോളേജിൽ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ വെച്ചാൽ നമ്മുടെ കോളേജിൽ ID കാർഡിന്റെ പുറകിൽ QR കോഡാണ് ഇപ്പൊ വരുന്നത്. QR കോഡ് വന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കോളേജുകളിൽ. അപ്പൊ അറ്റൻഡൻസ് രജിസ്റ്റർ അതിന് ഞാൻ ഡെമോ പ്രൊജക്ട് പോലെ ചെയ്ത് നോക്കിയതാണ്. ആക്ച്വലി ഞാനതാ ചെയ്തത്. അപ്പൊ ഞാൻ ഓൾറെഡി QR കോഡ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഞാൻ അതിന്റെ സിസ്റ്റത്തിൽ ആ QR കോഡ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഒരു സെക്കൻഡ്. ഫോണിൽ ആ QR കോഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് സ്കാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ക്യാമറ കിട്ടണമെന്നില്ല. ഒരു മിനിറ്റ്, ഇവിടെ റണ്ണിങ് ആയതുകൊണ്ട് ഓക്കെ ഇവിടെ റണ്ണിങ് ആയതുകൊണ്ട് ക്യാമറ. ഓക്കെ, ഒരു സെക്കൻഡ് ഇത് ഓഫ് ചെയ്യണേ. ഷെയർ ഓഫ് ആണോ എനിക്ക് വരാത്ത? അത് ആക്ച്വലി ഞാനിവിടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഗൂഗിൾ മീറ്റിൽ, അതുകൊണ്ടാണ്. അതിന്റെ മറ്റേ നോക്കട്ടെ. സംശയം കുറെ ഉണ്ട്. ബട്ട് ഇത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോ ലോക്കലി ഉള്ളത് പബ്ലിക്കലി ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ പ്രോജക്റ്റ് തന്നെ? വല്ല ഈ പ്രോജക്റ്റ് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് ആയിട്ട് ഈ പറഞ്ഞ സ്ട്രീംലെറ്റ് കൺവേർട്ട് ചെയ്ത്. ഓക്കെ, എന്റെ ഫേസ് കാണാൻ പറ്റില്ല ക്യാമറയിൽ QR കോഡ് സ്കാനർ എന്ന് പറഞ്ഞിട്ട്. ആ ആ ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്യാം. ലൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ച്വലി. ബ്രൈറ്റ്നസ് ഒരു സെക്കൻഡ്, ലൈറ്റ് ഒന്നും കേട്ടോ, ബ്രൈറ്റ്നസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പ്രശ്നമാവോ? ബ്രൈറ്റ്നസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, കണ്ടോ QR കോഡ് കണ്ടോ? സ്കാൻ ആയി. അലൻ ബിജു എന്ന് പറഞ്ഞിട്ട് സ്കാൻ ആയി. എന്താ വെച്ചാൽ ഇതിപ്പോ ഞാൻ Q എക്സിറ്റ് അടിച്ചു. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ attendance.txt എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഡേറ്റും ടൈമും സ്റ്റോർ അയക്കുന്നുണ്ടോ? ഇത്ര അടിപൊളിയായിട്ട് ഒന്നര കാണിച്ചതേ, ഒന്നര കാണിച്ചതാ. ഓക്കെ ഓക്കെ, ലോഡാവട്ടെ. ഇതിപ്പോ നമ്മുടെ കാർഡൊക്കെ നമ്മുടെ ID കാർഡൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഇച്ചിരി ഹൈ ക്വാളിറ്റി ഉള്ള ക്യാമറാസ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ അത് സിസ്റ്റത്തിന്റെ ക്യാമറ ആയതുകൊണ്ട് അത്ര കിട്ടാത്ത, ഐ മീൻ കാർഡ് കാണിക്കാത്ത, ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? അലൻ ബിജു. ഓക്കെ, അടിയിലുണ്ടോ അറ്റൻഡൻസ് ഓൾറെഡി മാർക്ക്ഡ് ടുഡേ ഫോർ അലൻ ബിജു എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ താഴെ? ഇരിക്കുന്നതനുസരിച്ച് ഇപ്പൊ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോറി, ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോഴത്തെ ടൈം ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഈച്ച് സ്റ്റുഡൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യാനും ആൾക്ക് ഇതേപോലെ ഒരു സെൻസർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു CCTV വെക്കാം. CCTV വെച്ച് കണ്ട് CCTVന്റെ മുന്നിൽ പോയിട്ട് ഈ QR കോഡ് എടുത്താല് ആള് എന്തുകൊണ്ട് അറിയും കയറാ അല്ലെ? സെറ്റ് ആവില്ലേ? അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ചോദിക്കാം. അല്ലെന്താ ഒത്തിരി താങ്ക് യു. കാരണം ആള് എക്സാമിന്റെ സമയത്ത് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിലേക്ക് നമുക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വെച്ചാലും ഒത്തിരി താങ്ക് യു. അപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പോകാം. ഇനി ആള് വരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇരിക്കും. അപ്പോ എന്തായാലും സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും കാര്യങ്ങളായിട്ട് സെറ്റ് ആവട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു, ബൈ ബൈ, സി യു.